മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ പ്രകാരം പറയുന്ന, അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. യേശുവിൽ പ്രിയ സഹോദരങ്ങളെ, തിരുസഭ യേശുവിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണല്ലോ. അതിനുവേണ്ടി നമ്മുടെ ഹൃദയങ്ങളെയൊക്കെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഈ ക്രിസ്മസിൽ കർത്താവിനോടൊപ്പം തന്നെ ആയിരിക്കുവാൻ വേണ്ടി നമുക്കൊരുങ്ങാം. തിരുവചനത്തിലൂടെ അവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ദൈവപിതാവിൻ്റെ സ്നേഹത്തിൽ നിന്നും അകന്ന് നിരാശയിലും ദുഃഖത്തിലും പലവിധ മേഖലയിൽ തളർന്നുപോയ, ആത്മീയമായി മാനസികമായി തളർന്നുപോയ മക്കളെ തൻ്റെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്ന ഒരു ദിവസമാണ് ക്രിസ്മസ്. ആ ക്രിസ്മസിന് വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ നമുക്കൊരുക്കാം. തിരുവചനം വീണ്ടും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 2-ാം തിരുവചനത്തിലൂടെ അവിടെ നൽ ചെയ്യുന്നു. അന്ധകാരത്തിൽ ഇരുന്നവർക്കായി പ്രകാശം ജനിച്ചു. ഈ പ്രകാശത്തെ അവഗണിച്ച് നമ്മൾ തിരിച്ചറിയാതെ സുഖലോലുപതയിലും ആഡംബര ജീവിതങ്ങളിലും കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ അവസ്ഥയെ നോക്കിയാണ്, നമ്മളെയൊക്കെ നോക്കിയാണ് ദൈവവചനം യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ 19-ാം തിരുവചനത്തിൽ പറയുന്നു. ഈശോ പറയുകയാണ്, പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും ജനം അന്ധകാരത്തെ സ്നേഹിച്ചു. അതെ, ഞാനും നിങ്ങളും അറിഞ്ഞോ അറിയാതെയോ ഈ ലോകത്തിൻ്റെ വലയങ്ങളിലൊക്കെ വീണ് ക്രിസ്മസൊക്കെ വെറും ഒരു ചടങ്ങായി, ഒരു ആർഭാടമായി പോകുന്ന അവസ്ഥയിൽ നിന്നും ഒരു പിന്നോട്ട് മാറി ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഒന്ന് ഇറങ്ങിച്ചെല്ലുവാനും നമ്മുടെ ഹൃദയങ്ങളെ ഈശോയ്ക്ക് ജനിക്കുന്ന ഒരു പുൽക്കൂടായി ഒരുക്കപ്പെടുവാൻ വേണ്ടി നമുക്കൊന്ന് ഒരുങ്ങാം. അതിനുവേണ്ടി സഭ അതിനുവേണ്ടി എല്ലാ മാർഗങ്ങളും നമുക്ക് അതിന് ശക്തമായ പ്രചോദനം നൽകുന്നുണ്ട്. ഈ ക്രിസ്മസിന് എളിയ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഈശോയുടെ ആ സ്നേഹം നമ്മളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് മറ്റു പകർന്നു കൊടുക്കാം. കാരണം യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് ലോകത്തുള്ള സകല ജനത്തെയും രക്ഷിക്കുവാൻ വേണ്ടിയാണ്. എല്ലാവരെയും രക്ഷയിലേക്ക് കൊണ്ടുവരണം. അതിനാണ് ഈശോ ഈ ലോകത്തിലേക്ക് വന്നത്. അപ്പോൾ ഞാനും നിങ്ങളും ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ യേശുവിനെ കൊടുക്കുന്ന നമ്മുടെ ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സംസാരം കൊണ്ടും എല്ലാം ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ഈ ക്രിസ്മസ് നമ്മളെ സഹായിക്കട്ടെ. ഒപ്പം നമ്മളിൽ നിന്ന് അകന്നിരിക്കുന്ന വ്യക്തികളിലേക്ക് ഇറങ്ങിച്ചെല്ലാം ഈശോ അവൻ ദൈവത്തിനായിരുന്നിട്ടോ അതിൻ്റെ സമാനത നിലനിർത്താതെ നമ്മളിലേക്ക് ഇറങ്ങി വന്നതുപോലെ നമുക്കും ഒരു ക്രൈസ്തവ ജീവൻ നയിക്കാൻ നമുക്കും മറ്റുള്ളവരുടെ ഇടങ്ങളിലേക്കൊന്ന് ഇറങ്ങി ചെല്ലുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് ഇതുവരെ ഉണ്ടായിരുന്ന കഴിഞ്ഞ കാലങ്ങളിലെ ക്രിസ്മസിനേക്കാൾ ഒരു പടി കൂടി ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ അവരിലേക്ക് എളിയ തലങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ നമുക്കൊരുങ്ങാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനുള്ള ശക്തമായ ഒരു അഭിഷേകം നമുക്ക് നൽകട്ടെ. നമുക്ക് കൂടുതലും ദൈവസ്നേഹത്തിൽ ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ തന്നെ ഈശോയ്ക്ക് വേണ്ടി ഒരു ആത്മാവിനെ കൂടി നേടുവാൻ ഈ ക്രിസ്മസിലൂടെ പ്രത്യേകിച്ച് വിജാതീയ മേഖലകളിലൊക്കെ ഈശോയെ കൊടുക്കുന്നവരായി നമുക്ക് മാറാം. നമ്മുടെ തൊഴിൽ മേഖലകളിൽ ആയിരിക്കുന്നത് കൂടെ ജോലി ചെയ്യുന്ന സഹോദരങ്ങളിൽ പലരുമുണ്ട്. പ്രത്യേകിച്ച് വിശ്വാസത്തിൽ നിന്ന് അകന്നുപോയവരുണ്ടാകാം. അവരെയും ഒന്ന് ചേർത്ത് പിടിക്കുവാനും ഈശോയുടെ ഈ സന്ദേശം അത് പകർന്നു കൊടുക്കാനായിട്ട് ദൈവപിതാവിൻ്റെ സമ്മാനമാണ്, അവിടുത്തെ ചങ്കാണ് യേശു ക്രിസ്തു. അത് നമ്മുടെ ഹൃദയത്തിലാണ്. യേശുവിനെ നമുക്ക് ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ദൈവപിതാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാൻ ഈശോ നൽകുന്ന ആ വഴികളിലൂടെ കടന്നു പോകുവാൻ നമ്മൾ ഓരോരുത്തരെയും പരിശുദ്ധാത്മ നമ്മളെ സഹായിക്കട്ടെ. അതിനുവേണ്ടി ക്രിസ്മസ് നമുക്ക് ഒരിക്കൽ കൂടി അതിനുവേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കൊന്ന് ആഘോഷിക്കാം. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാവിധ ആഘോഷങ്ങളും നേരുന്നു. ദൈവം പിറക്കും മണ്ണിൻ്റെ മാറിൽ നമുക്കൊരു പുൽക്കൂടു തീർക്കാം. സ്നേഹത്തിൻ പൂക്കളാൽ തോരണം ചാർത്താം, സാമോദമാഘോഷിക്കാം.